ഗൈസ്, കാൽപന്ത് ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഒരു ഫൺ ചാലഞ്ച് അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോപ്പ അമേരിക്ക പ്ലേ ഓഫ്. നമ്മോടൊപ്പം വീഡിയോയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഡെത്ത്, ഷാമിൽ ആൻഡ് ഫർസീൻ. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഫർസീന്റെ പ്രഡിക്ഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും നോക്കാം. ആദ്യം അർജന്റീന വേഴ്സസ് എക്വഡോർ. അർജന്റീന വേഴ്സസ് ഇക്വഡോർ. ഒബ്വിയസ്ലി അർജന്റീന. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ആ പാത്തിലെ ഇതുവരെയുള്ള ഏറ്റവും ബെസ്റ്റ് ചാലഞ്ച് ആയിരിക്കും ഇക്വഡോർ അർജന്റീനക്കുള്ളത്. അതുകൊണ്ട് ഈവൻ ദോ അർജന്റീന സ്ട്രെങ്ത് വെച്ചിട്ട് അർജന്റീന ജയിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് മാച്ച് വരുന്നത് ഗംഭീര ഫോമിലുള്ള രണ്ട് ടീംസ് ആണ്, കാനഡ ആൻഡ് വെനസ്വേല. കാനഡ വേഴ്സസ് വെനസ്വേല. എനിക്ക് തോന്നുന്ന ഈ മാച്ച് നല്ല ടൈറ്റ് ആണ്, ഹാർഡ് ടു പ്രഡിക്റ്റ് ആണ്. രണ്ടും നല്ല കളി കാഴ്ചവെച്ച ടീംസ് ആണ്. എന്നാൽ പോലും നമുക്ക് തോന്നുന്നു കാനഡ പ്രാവശ്യം കുറച്ചും കൂടി ഒരു ഡെഫിനറ്റ് ഫുട്ബോൾ ഉണ്ടെന്ന് തോന്നുന്നു. വെനസ്വേല മോശം എന്നല്ല, അതുകൊണ്ട് കാനഡ ചെറിയ മുൻതൂക്കം ഉണ്ടാവും. മാനേജർ ജെസ്സി മാർഷിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും ടീം അൽഫോൺസോ ഡേവിസ്, ജോണതൻ ഡേവിഡ് ഇതുപോലത്തെ പ്ലേയേഴ്സ് ഉള്ള യങ്സ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടും കാനഡ, ഐ തിങ്ക് കാനഡ. ഓക്കെ, അപ്പോ ആ ഒരു ഭാഗത്ത് നിന്ന് അർജന്റീനയും കാനഡയുമാണ്. ഇനി നെക്സ്റ്റ് ഇതിലെ തന്നെ മോസ്റ്റ് ഡിസൈഡിങ് മാച്ച് ആയിരിക്കും ചിലപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് നിന്നും ഉറുഗ്വേ വേഴ്സസ് ബ്രസീൽ. ട്രിക്കി ആണ്. ഇത് നല്ലൊരു മാച്ച് ആയിരിക്കും, എനിക്ക് വേണ്ടി നല്ല മാച്ച് ആയിരിക്കും. പക്ഷെ ബ്രസീലിന്റെ റീസെന്റ് ഫോമും ഉറുഗ്വേന്റെ റീസെന്റ് ഫോമും കൂട്ടി വായിച്ചാൽ നമുക്ക് സംഭവം നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും ആരാണ് ഫേവറേറ്റ്സ്. ഓൾസോ സ്റ്റിൽ ക്ലോസ് ആണ്. കാരണം ബ്രസീലിന് ഫുട്ബോൾ ഹെറിറ്റേജും പിന്നെ പ്ലേയേഴ്സിന്റെ ഇൻഡിവിജ്വൽ വിനീഷ്യസ് ഇല്ല ഒബ്വിയസ്ലി അത് തിരിച്ചടി തന്നെ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ നല്ല എൻഡ് ടു എൻഡ് മാച്ച് ആയിരിക്കും. ബ്രസീലാണ് അന്തമാതിരി അങ്ങനെ ആക്കരുത്. ബാലൻഡർ കണ്ടിന്റാണ്. നമുക്ക് തോന്നുന്നു മാർട്ടിനെല്ലിക്ക് ആ സ്പോട്ട് കറക്റ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്നാൽ തന്നെ യുറുഗ്വേ ഫുട്ബോൾ അൺബിലീവബിൾ ആണ്, ഔട്ട് ഓഫ് ദി വേൾഡ് ആണ്. അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡ് ആണെങ്കിലും വാൽവർദ്, ഉഗാർട്ടെ വേറെ ലെവൽ മിഡ്ഫീൽഡേഴ്സ്. പിന്നെ ഡിഫൻസ് അരോവോ പറയാനില്ല, മാത്യാസ് വീഞ്ഞ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിൽ ക്ലിയർ ആണ്. എങ്ങാനും ന്യൂനേസിന്റെ ഔട്ട് ഓഫ് ഫോം ആയെങ്കിൽ മാത്രം ബ്രസീലിന് ഒരു ചാൻസ് ഉണ്ട്. ന്യൂനേസ് പ്രോലിഫിക് ആണെങ്കിൽ ഫിനിഷ് ആണെങ്കിൽ എനിക്ക് തോന്നുന്ന ഉറുഗ്വേ ക്ലിയർ ആണ്. സെലക്ട് ചെയ്യാല്ലേ. ഓക്കെ, ഇനി കൊളംബിയ വേഴ്സസ് പനാമ. ഇതിലേറ്റവും ഈസി പ്രഡിക്ഷൻ ഇതാണ്, കൊളംബിയ വേഴ്സസ് പനാമ. ഒബ്വിയസ്ലി കൊളംബിയ. ഓൾമോസ്റ്റ് 50 മാച്ചസ് അൺബീറ്റഡ് ആണ്, വൺ ഫോമിലുണ്ട്. ഈസി കൊളംബിയ, ഈസി മണി. ഓക്കെ, അപ്പോ ഫർദിയുടെ ക്വാർട്ടർ ഫൈനൽ പ്രഡിക്ഷൻ നോക്കിയാ അർജന്റീന, കാനഡ, ഉറുഗ്വേ ആൻഡ് കൊളംബിയ. യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഷാമിലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഷാമിൽ, എങ്ങനെ അർജന്റീന വേഴ്സസ് എക്വഡോർ? ഇറ്റ്സ് എ സിമ്പിൾ മാച്ച്. ഐ തിങ്ക് അർജന്റീന തന്നെ ആയിരിക്കും ജയിക്കുന്നത്. കാരണം ടീം വേൾഡ് കപ്പ് കടിച്ചു വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സീസണിലും ഫോമിലാണ് കോപ്പയിൽ വന്നാലും അർജന്റീന തന്നെ കയറിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് വെനസ്വേല വേഴ്സസ് കാനഡ. തീർച്ചയായിട്ടും കാനഡയാണ് ചാൻസ് ഏൽപ്പിക്കുന്നത്. അവിടെ തന്നെ ജെസ്സി മാർഷ് നല്ല രീതിക്കുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അൽഫോൺസോ ഡേവിസ് പോലുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ജോനാഥൻ ഡേവിഡ് ആയി കഴിഞ്ഞാൽ മേ ബി ഇമ്പാക്ടിങ് ദിസ് ടീം. അതുകൊണ്ട് തന്നെ കാനഡ കയറി പോകാനാണ് ചാൻസ് കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏറ്റവും ഫൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ഒരു ബ്രാക്കറ്റ് ആണ്, അത് ഉറുഗ്വേ വേഴ്സസ് ബ്രസീൽ. അതാര് ജയിക്കും? ഷാമിൽ ഒരു ബ്രസീൽ ഫാൻ ആണെന്നാണ് എന്റെ ഒരു അറിവ്. തീർച്ചയായിട്ടും. പക്ഷെ ഈ ഒരു കളി ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രസീലിന്റെ ഒരു ചാൻസ് കാണുന്നില്ല. ഇനിയിപ്പോ ചാൻസ് കാണുന്നില്ല എന്നാണോ? അത്ഭുതം സംഭവിക്കേണ്ടെന്ന് വരുമെന്ന് തോന്നുന്നു. കാരണം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ്. ഓപ്പണിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. തോന്നുന്നു ഉറുഗ്വേ നല്ല ഫോമിലാണ്,
അതുകൊണ്ട് തന്നെ ഉറുഗ്വ കയറിപ്പോകാനാണ് ചാൻസ്. ഹാവ് എ ഗുഡ് ടീം, അതുപോലെ തന്നെ നല്ല ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. ഐ തിങ്ക് ഉറുഗ്വ. ഓക്കെ, അപ്പൊ അതിൽ ഉറുഗ്വ അല്ലേ ചൂസ് ചെയ്യുന്നത്? യെസ്, ഓക്കെ, ഉറുഗ്വ. നെക്സ്റ്റ് കൊളംബിയ വേഴ്സസ് പനാമ. തീർച്ചയായിട്ടും കൊളംബിയ തന്നെ, നോ ഡൗട്ട്. അത്തരത്തിലുള്ള ഒരു ഫുട്ബോളാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സൗത്ത് അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു കൊളംബിയ ആയിരിക്കും ചിലപ്പോ അതിൽ ഏറ്റവും One of the- എന്താ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് ടീമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കോപ്പ അമേരിക്കയിൽ Yes. കൊളംബിയയുടെ പെർഫോമൻസ് വെച്ചിട്ട്. കാരണം ഇതുവരെയുള്ള കൊളംബിയ ടീമിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അവര് തവണ വന്നപ്പോൾ കളിക്കുന്നത്. സോ കൊളംബിയ ഓക്കെ, അപ്പോൾ നേരത്തെ ഫർസി പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അർജന്റീന, കാനഡ, ഉറുഗ്വ ആൻഡ് കൊളംബിയ. നെക്സ്റ്റ് നമ്മൾ ഡെത്തിലേക്ക് പോവുകയാണ്. ഡെത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം അർജന്റീന വേഴ്സസ് എക്വഡോർ. അത് നോ ഡൗട്ട് അർജന്റീന. അവർക്ക് ഈസി ആവുന്നല്ല, ബട്ട് സ്റ്റിൽ സ്ക്വാഡിന്റെ ഒരു ഗ്രേറ്റ്നെസ് വെച്ചിട്ട് അവർ തന്നെ ജയിച്ചു പോയിക്കോളും. ഓക്കെ, അപ്പോ അർജന്റീന ജയിക്കും അല്ലെ? അപ്പോ നെക്സ്റ്റ് വെനസ്വേല വേഴ്സസ് കാനഡ. ദാറ്റ് വിൽ ബി എ ട്രിക്കി ക്വസ്റ്റ്യൻ. അത് സ്ക്വാഡ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് കാനഡയിലുള്ളത്. പക്ഷെ ടൂർണമെന്റിന്റെ ഒരു ഹെറിറ്റേജിന്റെ ബേസിൽ വെനസ്വേലയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അവർ ജയിക്കുന്നതാണ് എന്റെ വിശ്വാസം. വെനസ്വേല. യെസ്. അപ്പോ ഡെത്ത് ഒരു എന്താ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്. വെനസ്വേല ജയിക്കുമെന്ന്. അപ്പോ ആ ഒരു ഭാഗത്ത് നിന്ന് അർജന്റീനയും വെനസ്വേലയും സെലക്ട് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഉറുഗ്വ വേഴ്സസ് ബ്രസീൽ, ദ ടഫസ്റ്റ് വൺ. ആക്ച്വലി ഇപ്പോഴത്തെ കറന്റ് ഫോം രണ്ട് ടീമിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈസിയസ്റ്റ് വൺ. കാരണം ബിഎൽസേന്റെ യുറുഗ്വ എന്ന് പറയുന്നത് എക്സ്ട്രീംലി നെക്സ്റ്റ് ലെവലാ ബ്രസീലിനെ വെച്ച് നോക്കുമ്പോൾ. ഒരു മാനേജറിന്റെ ടാക്ടിക്കൽ അപ്രകാരത്തിൽ തന്നെ യുറുഗ്വയ്ക്ക് ഞാൻ റൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഉറുഗ്വ. അതിലത് 3 പേര് ഒരേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് കൊളംബിയ വേഴ്സസ് പനാമ. ഓഫ് കോഴ്സ് കൊളംബിയ. കൊളംബിയക്ക് ഈ ടൂർണമെന്റിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഉണ്ട്, അമേഷ് റോഡ്രിഗസ്. സോ യെസ്, റിഡംഷൻ ടൂർണമെന്റ്. ലൂയിസ് ഡിയാസ്. Yes. ഇനി എന്റെ മറക്കരുത്. നോക്കാം. അർജന്റീന ഫാൻ. അർജന്റീന വേഴ്സസ് എക്വഡോർ. ഈസിലി അർജന്റീന എന്താ ലൈക്ക് ഈസി മാച്ച് ആയിരിക്കുന്നല്ല, എന്തായാലും അർജന്റീന ക്വാളിഫൈ ചെയ്യാനുള്ളതാണ്. കാരണം കോപ്പ അമേരിക്ക അടിക്കാനുള്ളതാണ്. അപ്പോ ഈ കളി എന്തായാലും ക്വാളിഫൈ ചെയ്തേ പറ്റും. അപ്പോ നെക്സ്റ്റ് ഇനി കോൺഫിഡൻസ്. അതെ. നെക്സ്റ്റ് ഇനി കാനഡ നന്നായി കളിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് വെനസ്വേല ആയിരിക്കും ക്വാളിഫൈ ആവുന്നത്. കാരണം എനിക്ക് തോന്നുന്നു, ലൈക്ക് മൈ പേഴ്സണലി എനിക്ക് തോന്നുന്നു വെനസ്വേല ക്വാളിഫൈ ആവുമെന്ന്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് അർജന്റീനയും വെനസ്വേല വരാനായിരിക്കും ചാൻസ്. പിന്നെ ഉറുഗ്വ ബ്രസീൽ. ബ്രസീലിനെ കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം പക്ഷെ ബ്രസീൽ ഇതിൽ തന്നെ ക്വാളിഫൈ ആവും. ബ്രസീലിനെ കിട്ടണം എന്നുണ്ട്. കാരണം കഴിഞ്ഞ കോപ്പയിലൊക്കെ ഇവരുടെ മെയിൻ ഡയലോഗ് ആയിരുന്നു എന്താ, അർജന്റീനയെ കിട്ടണം എന്ന്. അപ്പോ ഇപ്രാവശ്യം അവരെ കിട്ടാൻ ഞങ്ങൾക്ക് ചാൻസ് ഇല്ല. കാരണം ഉറുഗ്വ അതിൽ വിജയിക്കും. നെക്സ്റ്റ് കൊളംബിയ വേഴ്സസ് പനാമ. ആസ് യൂഷ്വൽ ഈസിലി വൺ കൊളംബിയ. ഓക്കെ, അപ്പോ എല്ലാവരുടെയും പ്രഡിക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കളി കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താവുമെന്ന് കണ്ടറിയാം. താങ്ക് യു ഫോർ ജോയിനിങ് ഷാമിൽ, ഡെത്ത് ആൻഡ് ഫർദീൻ. ഗുഡ് ബൈ. താങ്ക് യു.